ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് മോട്ടിവേഷനാണ്, കുറച്ച് ഫ്രഷ് മോട്ടിവേഷൻ. നിങ്ങൾ കീമല്ല എഴുതുന്നത്, വലിയ മലമറിക്കണ പണിയൊന്നുമല്ലല്ലോ ചെയ്യണത്. സോ ആദ്യം നിങ്ങൾ ശാന്തമാവുക. ഓക്കെ, ബി കാം, ബി കൂൾ. ഓക്കെ, നമുക്ക് അത്രയും ടെൻഷൻ തലക്കേറ്റി വെക്കരുത്, ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ബി കാം, ബി കൂൾ. ഓക്കെ, ഡു നോട്ട് ബി ടെൻസ്ഡ്. എക്സാം എഴുതുന്ന സമയത്തും എക്സാമിൽ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ പകുതിയോളം മാർക്കും പോവും, ഉറപ്പാണ്. സോ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്രഷ് മോട്ടിവേഷൻ തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച് എവിടെയെങ്കിലും സിലബസൊക്കെ തീരാറായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് യെസ്, ഈ സമയമല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, സോ അപ്പം അതിന് മുമ്പ് ഞാൻ പറയാനുള്ളത്, സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് യെസ്, ഞാനൊരു വീഡിയോ മാത്സിലെ കുറച്ച് ട്രിക്സ് ഞാൻ എൻ്റെ ജേർണിയിൽ ഞാൻ പഠിച്ച കുറച്ച് എനിക്ക് യൂസ്ഫുള്ളായിരുന്ന കുറച്ച് ട്രിക്സൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അതെന്തായാലും കണ്ടു നോക്കണം. ആൻഡ് ഈ ട്രിക്സൊക്കെ പറയണത് ട്രിക്സാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ഉറപ്പായും എന്തായാലും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ട്രിക്സൊക്കെ ചില സമയത്ത് മറന്നു പോവും. ആൻഡ് ഓൾറെഡി നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ നമ്മൾ കുളമായിട്ട് എല്ലാം കൂടെ കുഴഞ്ഞ് മറിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ട്രിക്സാണത്. ആൻഡ് ഐ വിൽ ബി പുഡിങ് എ വീഡിയോ ഓൺ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് തിങ്, നിങ്ങൾ ടെൻസ്ഡ് ആവാതിരിക്കാം. എക്സാം അടുത്ത് തുടങ്ങി, ഒരു കാരണവശാലും ടെൻഷൻ എടുത്ത് തലക്കേറ്റി വെക്കരുത്. ഓക്കെ, ഡു നോട്ട് ടേക്ക് ടെൻഷൻ ഓൺ യുവർ ഹെഡ്. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങളെക്കാളും കുറച്ച് പഠിച്ച ഒരുത്തൻ നല്ല മാർക്ക് കിട്ടുന്നു, നല്ല റാങ്ക് കിട്ടുന്നു എന്നോർത്ത് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, ദിസ് ഇസ് സ്കീം ആൻഡ് സംടൈംസ് ലക്ക് ഒരു വെരി ബിഗ് ഫാക്ടറാണ്. സോ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർക്കുക. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ യു സ്റ്റഡി വെൽ. ഓക്കെ, അടുത്ത് നിങ്ങളോട് പറയാനുള്ളത്, ഈ കീമിൻ്റെ അതേ ലെവലിലുള്ള വേറെ പല എക്സാംസും ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ലിസ്റ്റും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. സോ അതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന ഈ സിലബസിൽ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന പല എക്സാംസും ഉണ്ട്. VITയുടെ എക്സാമുണ്ട്, CUT ക്യുസാറ്റിൻ്റെ എക്സാമുണ്ട്. അങ്ങനത്തെ കീം അല്ലെങ്കിൽ JEE മെയിൻസ് ലെവൽ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുക എന്നൊരു പ്രതീക്ഷയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഗൈസ്. കിട്ടാതിരിക്കില്ല. എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട്, ഇവർ കീമിന് കുറച്ച് മാർക്ക് കിട്ടുള്ളൂ, പക്ഷേ VIT ഒക്കെ അവർ തകർത്ത് പോകുന്നിട്ട് അവരിപ്പോൾ VIT വെല്ലൂരൊക്കെ ചെന്നൈയിലൊക്കെയാണ് ഗൈസ്. നല്ല കാര്യമില്ലേ? ഓക്കെ, സോ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ +1 +2, ഇനി അങ്ങോട്ട് കുറച്ച് പഠിച്ചാൽ മതി എന്നൊക്കെ. അത് തെറ്റാണ്. നമ്മൾ ഇനി അങ്ങോട്ട് കുറേ പഠിക്കാനുണ്ട്. സോ ദ തിങ് ഈസ്, നിങ്ങൾക്ക് ഇപ്പോഴും കഷ്ടപ്പെടേണ്ടി വരും, പിന്നീടും കഷ്ടപ്പെടേണ്ടി വരും. സോ പിന്നീട് കഷ്ടപ്പെടണ്ട എന്നൊന്നും വിചാരിച്ച് ഇപ്പം കഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചോ, നൈസായി പഠിച്ചോ. നിങ്ങൾക്കിപ്പം നല്ല കോളേജ് കിട്ടുവാണെങ്കിൽ, അതായത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. ഓക്കെ, ലൈക്ക് നമ്മളിപ്പോൾ ജൂക്ലി കോളേജൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇത്ര പ്രതിഫലമേ കിട്ടത്തുള്ളായിരിക്കും. ലൈക്ക് പ്ലേസ്മെൻ്റൊക്കെ വെച്ച് പറയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ പ്രതിഫലമേ കിട്ടത്തുള്ളായിരിക്കും. ഇപ്പോൾ നമ്മൾ CETയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്ലേസ്മെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ് ഗൈസ്. സോ നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്ലേസ്മെൻറ്റ് കിട്ടും. അതാണ് നല്ല കോളേജ് പഠിക്കണമെന്ന് പറയണേ. ഓക്കെ, ആൻഡ് ഗൈസ്, ജെൻസി എന്താണ് കഷ്ടപ്പെടാതെ ഇരിക്കും? ജെൻസി കഷ്ടപ്പെടുന്നില്ല എന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് ഗൈസ്. നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ പഠിക്കണേ.
നമ്മളിത് കണ്ടിട്ട് ജെൻസി ഈസ് വെരി ലേസി എന്നൊന്നും ആരെ കൊണ്ട് പറയിപ്പിക്കരുത് ഗൈസ്. അത് അവരെന്തെങ്ങനെ പറയണേ, നമ്മൾ ലേറ്റ് കൂടുതൽ കഷ്ടപ്പെടണേ അവരെക്കാളും. അവർക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ ആലോചിച്ച് നോക്കിയേ. അവരെക്കാളും ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കണേ. ജെയിമിലൊക്കെ എന്ത് കോമ്പറ്റീഷനാണ് എൻ്റെ പൊന്നോ. എന്നിട്ട് അവർ പറയുന്നത് ജെൻസി ഈസ് ലേസി. പോണോ. ഓക്കെ ഗൈസ്, ബൈ.